അനൂപ്, ഈ വലിയ ദുരന്ത ഭൂമിക്ക് അടുത്ത് നിന്ന് വീണ്ടും ഇത്തരത്തിലൊരു വാർത്തകൾ കൂടി വരുമ്പോൾ വലിയ പ്രകമ്പനം ഈ പൊഴുതന പഞ്ചായത്തിലെ 3 സ്ഥലങ്ങളിൽ പ്രകമ്പനം ഉണ്ടായി, നൂറുകണക്കിന് ആളുകളെ അവിടെ മാറ്റി താമസിപ്പിക്കുന്ന വിവരങ്ങളാണ് അല്പം മുമ്പ് ആ പൊഴുതന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തത്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ വിശദീകരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്? വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ആ ബാബു വൈസ് പ്രസിഡന്റ് വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിലവിൽ ആ പൊഴുതന പഞ്ചായത്തിലെ ഈ സേട്ടുക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് 2018 ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. മറ്റ് 2 മേഖലകളിൽ അങ്ങനെ ഒരു ഉരുൾപൊട്ടലിന്റെ സാധ്യത ഇല്ലാത്ത മേഖലയാണ് എന്നാണ് ബാബു വൈസ് പ്രസിഡന്റ് നമ്മളോട് പറയുകയും ചെയ്തത്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അനൂപിന് കൂട്ടിച്ചേർക്കാനുണ്ടോ ഇപ്പോൾ? ഇത്തരത്തിൽ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് നമുക്ക് പ്രാദേശികമായി ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ ജനങ്ങൾ പരിഭ്രാന്തരാവേണ്ട യാതൊരു സാഹചര്യവുമില്ല. ചില മേഖലകളിൽ ഇത്തരത്തിലൊരു പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്ന വിവരം. ഏതായാലും മുൻകരുതൽ നടപടികളാണ് പ്രധാനമായും ഇനി സ്വീകരിക്കുന്നത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആ വിധത്തിലുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നു. ആളുകൾ ഈ മേഖലയിൽ നിന്ന് നേരത്തെ ഉരുൾപൊട്ടൽ സാധ്യതകളെല്ലാം ഉരുൾപൊട്ടിയ മേഖലയാണ്, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖല ആണ് ഈ മേഖല, ഈ സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഈ മേൽമുറി പോലുള്ള നമ്മുടെ അനൂപ്. അപ്പോൾ ഈ മേഖലയിൽ ഇപ്പോൾ ഒരു മഴയുടെ ഒരു അവസ്ഥ എങ്ങനെയുണ്ട്? ഇപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഞാൻ ചോദിച്ചത്. പൊഴുതന എന്ന് പറയുന്ന പ്രകമ്പനം ഉണ്ടായെന്ന് പറയുന്ന പൊഴുതന പഞ്ചായത്തിന്റെ ഒരു സാഹചര്യം അവിടെ ഇത് നമുക്ക് ഇപ്പോൾ നാട്ടുകാർ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണിത്. ഇത് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണമോ ഒന്നും വന്നിട്ടില്ല. ഇത് ഈ മേഖലയിൽ നിന്ന് മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടായേക്കാം. അതായത് ഇപ്പോൾ ഈ ഈ ആളുകൾക്കുള്ള സംശയമാണ് ഇത് പ്രധാനമായി ഉള്ളത്. ഇപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു ഹെലികോപ്റ്റർ അവിടേക്ക് വരുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. നിലവിൽ ഈ നേരത്തെ ഉണ്ടായ സൺറൈസ് വാലിയുടെ താഴ്വാരത്തുണ്ടായ പരപ്പൻപാറ മേഖലയിൽ ആ മൃതദേഹങ്ങൾ കണ്ടെത്തിയ സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ പോവുകയാണോ? അതാണോ അത് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് പോകുന്നത് തന്നെയാണോ? അത് നമുക്ക് പറയാൻ കഴിയില്ല. ഇത് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ സൈന്യത്തിന്റെ അതോടൊപ്പമുള്ള സുരക്ഷാ സേനകളുടെ പരിശോധനകളും നിരീക്ഷണവും നടക്കുകയാണ്. ഇന്ന് 11:30 തന്നെ തിരച്ചിൽ അവസാനിപ്പിക്കണമെന്ന് ആ രീതിയിൽ ഈ മേഖലയിലുള്ളവർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളുടെ ഭാഗമായും അതൊരു ആർമിയുടെ ഹെലികോപ്റ്ററാണ് ഇപ്പോൾ അതിലെ പോയത്. നേരത്തെ ഈ കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ മൃതദേഹം കണ്ടെത്തിയ ആ സ്ഥലത്ത് അവിടെ നിന്ന് മൃതദേഹഭാഗങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ സാധ്യമായ മാർഗം അതിലൂടെ നടന്നു വരിക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസം ആ രീതിയിൽ ആവർത്തിച്ചതാണ്. എന്നാൽ ഹെലികോപ്റ്റർ എത്തിച്ചാൽ പെട്ടെന്ന് തന്നെ ആ ഷിഫ്റ്റിംഗ് സാധ്യമാകും. എന്നാൽ അതായത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം അനൂപ്, നിലവിൽ ഹെലികോപ്റ്റർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ മൃതദേഹങ്ങൾ വളരെ പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ നടന്നു പോവുകയാണെങ്കിൽ വളരെ വലിയ സമയമെടുക്കും. എന്നാലും ഏകദേശം എത്ര സമയമെടുക്കും നടന്നെത്തുകയാണെങ്കിൽ ആ മേഖലയിൽ നിന്ന്? സൺറൈസ് വാലിയിൽ നിന്ന് ഈ മേഖലയിലേക്ക് പരപ്പമ്പറ സെറ്റിൽമെന്റിലേക്ക് ഏതാണ്ട് 1 മണിക്കൂറോളം യാത്ര, 2 മണിക്കൂറോളം നടന്ന് സഞ്ചരിക്കണം. പരപ്പമ്പറ സെറ്റിൽമെന്റ് തന്നെ ഈ വനമേഖലയിൽ വനാതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ വനത്തിനുള്ളിലാണ്. അത് പക്ഷേ ദുർഘടമായ ചെങ്കുത്തായ ഒരു മേഖലയാണിതും. വലിയ ഇറങ്ങിയും മറ്റുമാണ് പോവേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് നടന്നെത്തുക എന്നുള്ളത് വളരെ ശരി അനൂപ്.